സ്നേഹിക്കുന്നവരോട് എനിക്കൊരു അപേക്ഷയുണ്ട്, ലക്ഷ്മി നക്ഷത്രം പറയുന്നു. ബിഗ് ബോസ് മത്സരാർത്ഥിയും സോഷ്യൽ മീഡിയ താരവുമായ രേണു സുധി തനിക്ക് ക്യാൻസർ ആണെന്ന് വെളിപ്പെടുത്തിയത് അടുത്തിടെയാണ്. ചികിത്സയുടെ ഭാഗമായി കീമോതെറാപ്പി രേണുവിന് ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോഴാ രേണു സുധിയെ സ്നേഹിക്കുന്നവരോട് തനിക്ക് ഒരു അപേക്ഷയുണ്ടെന്ന് പറയുകയാണ് അവതാരകയായ ലക്ഷ്മി നക്ഷത്രം. അസുഖത്തിൻ്റെ വിവരം അറിഞ്ഞിട്ട് നേരിട്ട് ചെല്ലുന്നതിൽ പ്രശ്നമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ സ്വന്തം ലക്ഷ്മി നക്ഷത്ര. മറിച്ച് ഫോണിലൂടെ ബന്ധപ്പെടുന്നതാകും സുരക്ഷിതമെന്നും ലക്ഷ്മി നക്ഷത്ര പറയുന്നു. ഒരു ഉദ്ഘാടന പരിപാടിക്കെത്തിയ ലക്ഷ്മി നക്ഷത്ര യൂട്യൂബർമാരോട് സംസാരിക്കുകയായിരുന്നു. രേണുവിനെ ഇഷ്ടമുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയ റിക്വസ്റ്റാണ്. രേണുവിന് ഒരുപക്ഷെ നമ്മുടെ സാന്നിധ്യം സന്തോഷം ഉണ്ടാക്കുമായിരിക്കാം. പക്ഷേ പ്ലീസ് നിങ്ങൾ വീഡിയോ കോൾ ചെയ്യൂ, രേണുവിനെ കാണൂ, സംസാരിക്കൂ. ഈ രോഗത്തിൻ്റെ സീരിയസ്നെസ് എന്ന് പറയുന്നത് കൊണ്ട് ആ വീട്ടിൽ നിൽക്കുന്നവർ വഴി ഇൻഫെക്ഷൻ വരെ വന്നേക്കാം. വീട്ടിലുള്ളവർ എത്രയും ഹൈജീനിക്കായും അത്രയും ശ്രദ്ധയോടുമായിരിക്കും രേണുവിനൊപ്പം നിൽക്കുന്നത്. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാകും. ഋതപ്പൻ വരുന്നത് വരെ മാസ്ക് ധരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് കഴിയുന്നതും രേണുവിനോട് ഇഷ്ടമുള്ള കൂടുതൽ പേരും ഫോണിലൂടെ വിളിച്ച് രേണുവിനെ ആശ്വസിപ്പിക്കൂ. കാരണം നമ്മൾ നേരിട്ട് ചെല്ലുമ്പോൾ ഇൻഫെക്ഷൻ എത്രത്തോളം വരാം എന്ന് ചിന്തിക്കണം. നമ്മൾ വളരെയധികം ഹൈജീനിക് ആയിരിക്കണം. പക്ഷേ ഇത്തരത്തിലുള്ള രോഗങ്ങൾക്ക് പ്രതിരോധശേഷി വളരെ കുറവായിരിക്കും. എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു റിക്വസ്റ്റാണ്, ലക്ഷ്മി നക്ഷത്ര പറയുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് രേണു സുധി ചികിത്സ തേടിയിരിക്കുന്നത്. ആദ്യ കീമോതെറാപ്പിയുടെ അനുഭവം പങ്കുവച്ച് രേണു സുധി എത്തിയിരുന്നു. രേണു സുധി രോഗാവസ്ഥ അറിയിച്ചുകൊണ്ട് മുൻപ് പറഞ്ഞത് ഇതായിരുന്നു: എനിക്ക് ക്യാൻസറാണ്. ഇത്രയും ദിവസം എന്നെ സ്നേഹിക്കുന്നവരുടെ അടുത്തു നിന്നും ഞാനത് മറച്ചു വെച്ചു. പക്ഷേ ഇപ്പോൾ അത് പറയാൻ സമയമായി എന്ന് തോന്നി. പല തെറ്റിദ്ധാരണകൾക്ക് പലർക്കുമുണ്ട്. ഇത് ദുബൈയിൽ വെച്ച് സ്ഥിരീകരിച്ചു എന്നാണ് പലരും പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല. ആദ്യമായി ബ്രസ്റ്റിൽ ഒരു മുഴ ശ്രദ്ധയിൽപ്പെട്ടത് 15 വയസ്സ് ഉള്ളപ്പോഴാണ്. ആ മുഴയാണ് ഇപ്പോൾ ക്യാൻസർ ആയിരിക്കുന്നത്. 15-ാം വയസ്സിൽ ഞാൻ അത്ര കാര്യമാക്കിയില്ല. വീട്ടുകാരോടും പറഞ്ഞില്ല. കുറേ നാൾ കഴിഞ്ഞ് ഡിപ്ലോമയ്ക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വീട്ടുകാർ ഇതറിഞ്ഞത്. പിന്നെ അവർ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. 15-16 വർഷം മുമ്പത്തെ കാര്യമാണ്. അന്ന് ബയോപ്സി ചെയ്തിരുന്നു. അന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞത് ഇതിങ്ങനെ വെക്കരുത് എന്നായിരുന്നു. ഇപ്പോൾ അത് വളർന്ന് വലുതായി. അപ്പോൾ വലിയ പ്രശ്നമൊന്നും ഇല്ലെങ്കിലും ഭാവിയിൽ ക്യാൻസർ ആയേക്കുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. ആ സമയത്ത് എനിക്ക് മറ്റൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു, അപ്പൻഡിസിറ്റിൻ്റെ ഓപ്പറേഷൻ. അത് കുറച്ച് പെയിൻഫുള്ളായിരുന്നു. ആ ഒരു പേടി കാരണം ഞാനത് വീട്ടിൽ പറഞ്ഞില്ല. സുധിച്ചേട്ടൻ്റെ മരണശേഷം ഒരിക്കൽ ഡോക്ടറെ കണ്ടപ്പോൾ സ്കാൻ ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു. സ്കാനിങ് റിസൾട്ട് കണ്ട് സംശയം തോന്നിയപ്പോൾ മാമോഗ്രാം ചെയ്യാം അദ്ദേഹം പറഞ്ഞു. മാമോഗ്രാമിലും സംശയം തോന്നിയപ്പോഴാണ് ബയോപ്സി ചെയ്യാൻ നിർദ്ദേശിക്കുന്നത്. അതിൻ്റെ റിസൾട്ടും ഞാൻ ഒറ്റയ്ക്ക് ചെന്നാണ് മേടിച്ചത്. അപ്പോൾ എന്നോട് പറഞ്ഞു ക്യാൻസർ ആണെന്ന്. ഞാനൊന്നും വേണ്ടിയില്ല. ആ റിസൾട്ട് വീട്ടിൽ കൊണ്ടുവന്ന് 2-3 ദിവസം ഭദ്രമായി വെച്ചിട്ട് ഒരു മനുഷ്യനോടും പറഞ്ഞില്ല. ആദ്യം സ്വകാര്യ ആശുപത്രിയിലും പിന്നെ മെഡിക്കൽ കോളേജിലും പരിശോധിച്ചു. മെഡിക്കൽ കോളേജിൽ ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചു. 3ാമത്തെ സ്റ്റേജിൽ കഴിയുന്ന ഘട്ടമായെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇങ്ങനെ പോകുന്നു രേണുവിൻ്റെ വാക്കുകൾ. അപ്പോൾ രേണുവിനെ നമുക്ക് സഹായിക്കാം. എങ്ങനെ? വീഡിയോ കോളിലൂടെ ഫോൺ വിളിച്ച് ആശ്വസിപ്പിക്കാം. നേരിട്ട് ചെന്ന് ഇൻഫെക്ഷൻ വരുത്താതെ ലക്ഷ്മി നക്ഷത്രം പറഞ്ഞ പോലെ നമുക്ക് രേണുവിന് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. കൊടുത്തിട്ട് രേണു ഒരു സഹായകം കൂടി ആയിരിക്കും. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. താങ്ക് യു. അപ്പോൾ രേണു സുധിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു.